ചേട്ടാ ഈ വാള് നിർമ്മിച്ച എത്ര ലെയറാന്ന് പറഞ്ഞേ? 4 ലെയർ. എത്ര ദിവസം എടുത്ത് ഈ ഒരു മാസം? ഒരു മാസം കൊണ്ട് നിർമ്മിച്ചേ. കൂടെ ആരെങ്കിലും സഹായം വല്ലതും ഉണ്ടോ? ഇല്ല, ആരുടെ സഹായമില്ല. ആരുമില്ല, സഹായമില്ല, ഒറ്റയ്ക്ക് ചെയ്യുക. ഏതൊക്കെ കൃഷികളാണ് ഉള്ളത് നമുക്ക്? കലാപത്തുണ്ട്, ഞവരയുണ്ട്, ഉമയുണ്ട്, പിന്നെ ധനു ഉണ്ട്, കൗമുദുണ്ട്, പിന്നെ ബ്ലാക്ക് റൈസ് ഉണ്ട്, ചേറാടി ഉണ്ട്. 10 ഐറ്റം. 10 ഐറ്റം. നല്ലൊരു കർഷകനാണ് കേട്ടോ. സുഹൃത്തുക്കളെ, 35,550 നെൽമണി കൊണ്ട് ഒരു വാള് നിർമ്മിച്ചിരിക്കുന്ന ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കരിയിപ്രയില് തളവൂർക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഈ ഒരു ഗ്രാമത്തിൽ ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ആ ഒരു ചേട്ടന്റെ വ്യത്യസ്തമായ കാഴ്ച നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്കത് കണ്ടുനോക്കാം. ഈ കാണുന്ന ചെറിയ ഒരു റൂമില് അനവധി നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമസ്കാരം ചേട്ടാ, എന്താണ് പേര്? ശിവപ്രസാദ്. ചേട്ടാ, ഈ വാള് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. 35,550 നെൽമണികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാം. ഇത് കണ്ട വളയും എന്തൊക്കെ ചേർത്തിരിക്കുന്നത്? നെല്ല് ഫെവിക്കോൾ മാത്രമേ, ഒന്നുമില്ല. ഈ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാര്യം എന്താണ് ചേട്ടാ? ഇങ്ങനെ ഓരോ ചെയ്ത് വരുന്ന സമയത്ത് അങ്ങ് ആയി പോകാം. അപ്പൊ വേറെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇത് നെല്ലും കച്ചിയും കൊണ്ട് ചെയ്തിരിക്കുന്ന വള്ളമാണല്ലേ? ഒരു രക്ഷയില്ല. അപ്പൊ ഈ നെൽമണികൾ കൊണ്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേറെ ആരാലും ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം നെൽമണികൾ കൊണ്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതിനെന്താണ് പറയുന്നത്? ഇത് നമ്മളെ വീട്ടിൽ ഐശ്വര്യത്തിനായിട്ട് വയ്ക്കുന്നത് അല്ലേ? ഓക്കെ. ഈ ഒരു റൂമില് ഫുള്ള് നെൽമണിയാലും പിന്നെ അതുപോലെ തന്നെ ചിരട്ട, പിന്നെ തടി കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന, ഒറ്റത്തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഓരോരോ ഇത് തവിയ അല്ലേ? ഇത് തെങ്ങൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒറ്റത്തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ചിരട്ടയിൽ നിർമ്മിച്ചിരിക്കുന്ന ആന. അപ്പൊ ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ ചേട്ടന്റെ നമ്പരും കൊടുക്കാം. ഇത് ഒറ്റത്തടി ചെയ്തതാ. ഇതെല്ലാം ഒറ്റത്തടിയാ. ഇതൊക്കെ ചിരട്ട. ആ പേര് ചെയ്തേക്കുന്ന ഉൾപ്പെടെ ചിരട്ട. ഈ ട്രോഫിയും ചിരട്ട. ഞാൻ ശിവപ്രസാദ്. ഇതാണൊക്കെയുള്ള കൊച്ചു ശില്പങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്താണ് തൊഴില്? കൃഷിയാണ് തൊഴില്. ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ആർട്ട് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതെ. ഇത് ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാനൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്? അത് ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ട് ഈ നെൽചിത്രങ്ങളാണ്. അല്ലേ? ഇപ്പൊ എങ്ങനെ ചേട്ടാ ഈ ഒരു നെൽചിത്രമൊക്കെ എങ്ങനെ അതിന്റെ റേറ്റ് ഒക്കെ കണക്കാക്കും? 1000 രൂപ വരും. 1000 രൂപ വരും. അത് നിങ്ങളെ ഈ ചിത്രത്തിനനുസരിച്ചാണോ വരുന്നത് അതോ അല്ലാതെ? അല്ല, ഒരു ചിത്രം 1000 രൂപ കൊടുക്കും. 1000 രൂപ കൊടുക്കുന്നത്. എത്ര ദിവസം എടുക്കുമായിരിക്കും? ഒരു ദിവസം ഫുള്ള് വേണം. ഇത് ഗണപതി അല്ലേ? ഗണപതി. താഴെ ഇതെന്ത് വരുന്നത്? അരയനം പറന്നുകൊണ്ട്. പ്രാവ്. അപ്പൊ ഇതിന് ആവശ്യക്കാർ ഏറെ ഉണ്ടല്ലേ? ഒരുപാടുണ്ട്. ഇതൊക്കെ ഒറ്റത്തടി നിർമ്മിച്ചതാണോ? ഒറ്റത്തടി ചെയ്തത്. അപ്പൊ ആദ്യം നിർമ്മിച്ചത് എന്തൊക്കെയായിരുന്നു? ആദ്യം ഈ വാളൈറ്റങ്ങളാണ്. ഈ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നു. വാള്, ഇരുമ്പ് എല്ലാം ഒറ്റത്തടി തന്നെ നിർമ്മിച്ചത്. ഇതിനൊക്കെ എപ്പോ സമയം കണ്ടെത്തുന്നു? അത് ഇച്ചിരി ഇടവേളകൾ കിട്ടുമ്പോൾ അത് ചെയ്യും. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, അനിയനുണ്ട്. ഇത് ഒറ്റത്തടിയാ. എന്ത് തടിയത്? ശീലാന്തി. ഓക്കെ. ഈ ചിരട്ട ശില്പങ്ങളൊക്കെ എവിടെയെങ്കിലും എക്സിബിഷനോ അങ്ങനെ എല്ലാം പോകാറൊക്കെ ഉണ്ടോ? പോയിട്ടുണ്ട്. ഇത് കൈ വള. ഇതെന്ത് നെൽമണിയാ? അത് ബ്ലാക്ക് റൈസ്. ഇത് എത്ര ഏക്കറുണ്ട് ചേട്ടാ ചെയ്തേക്കുന്നത്? ഒരു 18 പറ. 18 പറ എന്ന് പറയുമ്പോ എത്ര ഏക്കർ ആയിരിക്കും? 1 ഏക്കറും 80 സെന്റും. 80 സെന്റും. ഇപ്പം ഇത് നെൽമണിയാ? അത് ജ്യോതി. ഈ സാധാരണ ഈ നെൽമണികൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ തൂക്കുമല്ലോ, അതെന്തിനായിരിക്കും ചേട്ടാ? അതിൽ ഐശ്വര്യം വരും പറഞ്ഞ അതായത്. അതാണിത്. നമ്മുടെ ഇവിടങ്ങളിൽ ആൾക്കാർ ഇങ്ങനെ തൂക്കുമോ? പിന്നെ ഇത് എത്ര നെൽമണികൾ അങ്ങനെ അത് കതിര് വെച്ച് ചെയ്യുന്നില്ല. കതിര് വെച്ച് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ഈ തൈര് കടയുന്നതെല്ലാം ചേട്ടൻ തന്നെ നിർമ്മിച്ചതാ? ചെയ്യുന്ന ഇത് തെങ്ങും തടിയാ. തെങ്ങും തടിയാ. ഓക്കെ. ഈ വെട്ടുകത്തിയൊക്കെ ആൾക്കാർ വാങ്ങിക്കാൻ വരുന്നുണ്ടോ ഇവിടെ? വെട്ടുകത്തൊന്നും മേടിക്കുന്നില്ല, അതൊക്കെ ഈ എക്സിബിഷന് വേണ്ടി ചെയ്ത് വെക്കുന്നത്. ഓ, എക്സിബിഷൻ. ആ എക്സിബിഷൻ പോകാറുണ്ടോ? പോയിട്ടുണ്ട്. ഒരുപാട് പോയിട്ടുണ്ടല്ലേ? ഒരുപാടൊന്നും പോയിട്ടില്ല, 1-2 പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഡെസ്കും തീക്കമ്പ് കൊണ്ട് ഒന്നിനും വെറുതെ വിടത്തില്ല. അടയ്ക്കാൻ അടയ്ക്കാതെ അതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ആ പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്? ഇത് എവിടെ നിന്ന് കിട്ടിയതാ? നമ്മുടെ തളവൂർക്കോണം പുരോഗമന സാഹിത്യ സംഘം. ഓക്കെ ഓക്കെ. എന്തായാലും ഓരോ വർക്കുകൾ നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് ചേട്ടൻ കേട്ടോ. വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് മറ്റുള്ളവർ ചെയ്തത് കോപ്പിയല്ല, എല്ലാം വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നതാണ് ചേട്ടന്റെ ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത്. ആ കർഷകൻ അതിൽ നിന്ന് കിട്ടുന്ന വിളവെടുത്തിട്ട് ഇതുപോലെ നല്ല കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഈ ചേട്ടൻ സഞ്ചരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ചേട്ടന്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ.